ചെറുപ്പക്കാർ ഇരിക്കുന്നു. പല സ്ഥാപനങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. ഇവിടെയൊക്കെ കൃതികളുണ്ട്. എനിക്ക് തോന്നുന്നല്ലോ ഇപ്പൊ സി കേശവന്റെ ജീവിത സമരം ഇപ്പൊ മാർക്കറ്റുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമുക്ക് വാങ്ങാൻ കിട്ടുമോ സംശയമാണ്. മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും നല്ല ആത്മകഥകളിൽ മുൻപിൽ നിൽക്കുന്ന ഒന്നാണ് ജീവിത സമരം എന്ന സി കേശവന്റെ പുസ്തകം. അതുപോലെ ബാലേട്ടൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ എത്ര സൂചിപ്പിച്ചു, സഖ്യാദ്രി സാനുക്കളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ അദ്ദേഹത്തിന്റെ നോവലുണ്ട്, കാലയളവ് ഒരു വർഷം എന്ന നോവൽ. അതുപോലെ മധുവിധു പ്രേമം എന്ന മറ്റൊരു പുസ്തകമുണ്ട്. ഈ 3 പുസ്തകങ്ങൾ. അതുപോലെ ത്യാഗസിനിയുടെ തിരക്കഥ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ കിട്ടാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ കെ ബാലകൃഷ്ണൻ എഴുതിയ ഒരു തിരക്കഥയാണ് ത്യാഗസിമ, ആ ചിത്രത്തിന്റെ തിരക്കഥ. ഇതൊക്കെ വാസ്തവത്തിൽ അതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ ചോദ്യോത്തര പങ്ക്തി, ഭദ്രാദിയോട് സംസാരിക്കുക എന്നുള്ള പങ്ക്തി, മുഖപ്രസംഗങ്ങൾ, കൗമുദിയുടെ മുഖപ്രസംഗങ്ങൾ, ഇതൊക്കെ കാലത്തിന് വേണ്ടി ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. പക്ഷെ എവിടെ പുരോഗമന ആശയഗതികൾ പുലർത്തുന്ന സർക്കാരുകൾ വന്നു, അല്ലെങ്കിൽ ശ്രീ കെ ബാലകൃഷ്ണന്റെ വായിച്ച് അറിഞ്ഞ് ഭരണരംഗത്തേക്ക് വന്ന ആളുകൾ അധികാരത്തിൽ വന്നു. എന്തൊക്കെ സംഭവിക്കുന്നെന്ന് ഈ അവസരത്തിൽ അങ്ങനെ പറയുന്നത് ശരിയായിരിക്കില്ല ഒരു പക്ഷേ. എങ്കിലും ഞാൻ പറയുകയാണ്, എത്ര പുതിയ എഴുത്തുകാരെയാണ് ശ്രീ കെ ബാലകൃഷ്ണൻ കൊണ്ടുവന്നത്. എളിയവനായ എൻ്റെ പേര് ആദ്യമായിട്ട് അച്ചടിച്ചത് കൗമുദിയിലാണ്, കൗമുദി ആവശ്യപ്പെടുകയാണ്. ആദ്യം ബാലമന്ദിയിൽ അച്ചടിച്ചു. ചേച്ചി ഒരു കുറിപ്പോടുകൂടി കാരാഗ്രഹത്തിൽ എന്ന എൻ്റെ കഥ കൗമുദിയുടെ ബാലമന്ദിയിൽ അച്ചടിച്ചു. പിന്നീട് വയലാറാമമ്മയുടെ റോസാതലങ്ങളും കുപ്പിച്ചേരുകളും പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കഥ കൗമുദിയിൽ മെയിൻ മുഖ്യധാരയിൽ അച്ചടിച്ചു വന്നു. CN ശ്രീധരൻ നായരും ജി വിവേകാനന്ദനും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലത്തിന്റെ തികവിനെ കുറിച്ച് ഞാൻ ഓർമ്മിക്കുകയും ചെയ്യാം. MD വളരെ ആദരത്തോടു കൂടി അനുസ്മരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ കഥ കൗമുദിയാണ് അച്ചടിച്ചത് എന്നാണ്. അതുപോലെ ആദ്യമായിട്ട് MDക്ക് പ്രതിഫലം കിട്ടിയതും എനിക്ക് തോന്നുന്നു കൗമുദി ആശുപത്രിയിൽ നിന്ന് തന്നെ കിട്ടി എന്നാണ് ഞാൻ വായിച്ചതായിട്ട് ഓർമ്മിക്കുന്നത്. MDയുടെ ആദ്യത്തെ കഥ അഭിലാഷങ്ങൾ എന്ന കഥ, പിന്നെ രക്തം പുരണ്ട മണ്ഡലികൾ എന്ന കഥ. അതുപോലെ M ഗോവിന്ദൻ, CJ തോമസ് ആ കാലത്തെ ബുദ്ധിജീവികളാണ്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിജീവികളാണ് CJ തോമസ്, M ഗോവിന്ദൻ തുടങ്ങിയ ആളുകൾ. CN ശ്രീധരൻ നായർ ഇവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടിട്ടാണ് പിന്നീട് അദ്ദേഹം ദേശബന്ധുവിന്റെ പത്രാധിപരായിട്ട് കോട്ടയത്ത് വന്ന സമയത്ത് ആ ബന്ധം തുടരാൻ എനിക്ക് സാധിച്ചത്. അതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ CN മകൻ ഉണ്ണികൃഷ്ണനെ മാറിവാനിസ് പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ചേർത്ത് വെച്ച് പറയാം. ഒത്തിരി ആളുകളുടെ ഒരു ബന്ധം ഇങ്ങനെ ഉണ്ടാവുകയാണ് ചെയ്യുക. അച്ഛനോട് പൊരുതി വളർന്ന മകൻ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. അച്ഛനോട് പൊരുതി വളർന്ന മകൻ, അച്ഛനെതിരായിട്ട് സമരം ചെയ്ത് മുഖ്യമന്ത്രിയായി സി കേശവൻ ഇരിക്കുമ്പോൾ അച്ഛനെതിരായിട്ട് സമരം ചെയ്ത് ജയിൽവാസം അനുഭവിക്കുകയാണ് ചെയ്യുന്ന ആ ഒരു അവസ്ഥാവിശേഷം. അതുപോലെ പല കാര്യങ്ങളും വിട്ട് ഞാൻ പറയുകയാണ്. ഇത്ര വലിയ വിപ്ലവകാരിയായ ധീരനായ രാഷ്ട്രീയ പ്രവർത്തകനായ കെ ബാലകൃഷ്ണൻ ഒരു നല്ല കാമുകനായിരുന്നു, പ്രണയാതുരമായ ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ആ കാലത്തെ ചില കഥകൾ, ചില കുറിപ്പുകൾ, ചന്ദ്രിക ചേച്ചി എഴുതിയിട്ടുള്ള ചില കുഞ്ഞ് നുറുങ്ങുന്ന കഥകൾ ഒക്കെ എടുത്തു വെച്ച് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് രണ്ട് മുഖങ്ങളാണ്, വ്യത്യസ്തങ്ങളായ പല മുഖങ്ങൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞ് അധികം ദീർഘമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എഴുത്തുകാരൻ ഒരു തലമുറയെ, പ്രത്യേകിച്ച് വയലാർ രാമവർമ്മ, ആ കാലഘട്ടത്തെ അരുണോദയത്തിന്റെ കവികളിൽ ചെറുപ്പക്കാരായി ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്നത് വയലാർ രാമവർമ്മയായിരുന്നു എന്നുള്ളത് ഇപ്പൊ പറയാം ശരിയായിട്ട്. വയലാറായിരുന്നു. കാരണം വയലാറിന്റെ ഒരു പുരോഗമന വീക്ഷണം, വയലാറിന്റെ ആർജവമുള്ള ഭാഷാശൈലി, വിദ്യവും പദ്യവും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യം ഒക്കെ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് തീർച്ചയായിട്ടും കൗമുദിയുടെ പേജുകളിൽ ആയിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഒരു തലമുറയെ മുഴുവൻ വേട്ടയിലേക്ക് ആകർഷിച്ചടിപ്പിച്ച ആദ്യത്തെ ആ ഒരു അവസരം സൃഷ്ടിച്ചത് ശ്രീ കെ ബാലകൃഷ്ണനാണ്. ആ വഴിയിലൂടെയാണ് പിന്നെ ഒഴുകി ഒഴുകി ഞങ്ങളെല്ലാം ഇവിടെ എത്തി അവസാനം കേരള കൗമുദിയിൽ വന്ന് അടിഞ്ഞില്ല, അവിടെ ജീവിച്ച് വളർന്നത്
എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, എനിക്ക് വിളിക്കുന്നുണ്ടല്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല. പത്രാധിപർ എനിക്ക് നൽകിയിട്ടുള്ള പ്രോത്സാഹനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ സാധിക്കുകയില്ല. ശ്രീ കെ ബാലകൃഷ്ണൻ അനുഗ്രഹത്തോടു കൂടി ആരംഭിച്ച എൻ്റെ സാഹിത്യ ജീവിതം എന്ന് പറയുന്നത് പത്രാധിപർ എന്ന് പറഞ്ഞാൽ ഒരു പത്രാധിപരേ ഉള്ളൂ. അത് ശ്രീ കെ സുകുമാരനാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് പുഷ്പിച്ചത് എന്ന് ഞാൻ പറയുന്നു. എന്നെ പോലെ ഏറ്റുപറയാൻ നിശബ്ദമായ ഒരു പക്ഷേ ഇപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത മൂലമായി നിൽക്കുന്ന അനേകം നാവുകളുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത്. ഒരു പുസ്തകം എഴുതി കേരള കൗമുദി വന്ന് പത്രാധിപർ കൊടുത്താൽ പത്രാധിപർ ആദ്യം ചെയ്യുന്നത് എൻ്റെ ആദ്യത്തെ നോവൽ അഗ്നിയാകാശം എഴുതുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പത്രാധിപർക്കാണ് ആദ്യം കൊടുക്കുന്നത്. ഫസ്റ്റ് കോപ്പി പത്രാധിപർക്കാണ് കൊടുക്കുന്നത്. പത്രാധിപര് പുസ്തകം മറിച്ചു നോക്കിയിട്ട് ആദ്യം ഒരാളെ വിളിച്ചു വന്ന് ഡോക്ടർ ശിവരാജൻ എന്നൊരു വക്കീൽ, ഒരു ഡോക്ടർ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. ശിവരാജനെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ഉടമ എന്ന് വരണം, ഒരു പുസ്തകം തരാനുണ്ട്, ഇത് വായിച്ച് അടുത്ത ആഴ്ച ഒരു അഭിപ്രായം എഴുതി തരണം എന്ന് പറഞ്ഞു കൊടുത്തത് ശിവരാജൻ എഴുതി പത്രാധിപർ നേരിട്ട് കൊടുത്തതിന്റെ അനുഭവം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ആത്മകഥ എഴുതുന്നുണ്ട്, അതിനകത്ത് കുറെ കഴിയുമ്പോൾ ഞാനിപ്പോൾ വിശദീകരിച്ച് എല്ലാവരും കോപ്പി വാങ്ങിച്ച് വായിച്ചാൽ മതി എന്ന് ചേർത്ത് വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി ആളുകളെ ഓർമ്മിക്കാൻ, ഒത്തിരി ഗുരുക്കന്മാരെ വർണ്ണിക്കാൻ, ഒത്തിരി ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിച്ച് എടുക്കാൻ, അവരുടെ സ്മരണ നിലനിർത്തുന്നതിന് നാം പ്രതിജ്ഞാബദ്ധരാണ് എന്ന കാര്യം വീണ്ടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനുള്ള ഒരു വേദിയായിട്ടാണ്, ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കൂട്ടായ പരിശ്രമത്തിലൂടെ ശ്രീ കെ ബാലകൃഷ്ണനെ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ, പ്രഭാഷണത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, വാസ്തവം ഞാനും അദ്ദേഹത്തെ മാലിന്യ കോളേജിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഫാദർ ഗീവരീസ് പണിക്കർ സാധാരണ ആരെയും അംഗീകരിക്കുന്ന ആളായിരുന്നില്ല. അത്ര ഒരു അദൃശ്യമായ വ്യക്തിത്വമാണ് പണിക്കരച്ചനെ ഉണ്ടായിരുന്നത്. പക്ഷെ പണിക്കരച്ചനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രഭാഷകനും അല്ലെങ്കിൽ ഒരു സ്നേഹിതനും ശ്രീ കെ ബാലകൃഷ്ണനായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. കാരണം ബാലകൃഷ്ണന്റെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ആർജവം, പ്രഭാഷണ കലയിലുള്ള ആ ഒരു മഹത്വം തിരിച്ചറിഞ്ഞ ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് പലപ്പോഴും പൊരുത്തപ്പെടാതെ നിന്നവർ പോലും പല തലങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അത്ര ഉയർന്നു നിന്ന ഒരു വ്യക്തിത്വം, വിവിധ തലങ്ങളിൽ ഒരുപോലെ മഹത്വപൂർണമായ ഒരു പ്രകാശം, ഒരു സൂര്യ തേജസ്സിനെ പോലെ ജ്വലിച്ചു നിന്ന വ്യക്തിത്വം ആയിരുന്നു ശ്രീ കെ ബാലകൃഷ്ണൻ. പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തെ കൂടുതൽ അറിയാനുള്ള അവസരങ്ങൾ നമുക്ക് സംഭാവനം ചെയ്യേണ്ടതുണ്ട്. സി വി കുഞ്ഞിരാമനെ കുറിച്ച്, കെ ദാമോദരനെ കുറിച്ച്, കെ ദാമോദരൻ BA, കെ സുകുമാരൻ BA എന്ന് എഴുതിയിരുന്ന ആ ഒരു കാലത്തെ കുറിച്ച്, സി കേശവനെ കുറിച്ച്, പ്രിയപ്പെട്ട ശ്രീ കെ ബാലകൃഷ്ണനെ കുറിച്ച്, ആ തലമുറകളെ കുറിച്ചൊക്കെ അറിയുന്നത്, ആ അറിവ് നമുക്ക് വലിയ ഒരു ജ്ഞാനം ആയിരിക്കും. ആ ജ്ഞാനം നമുക്ക് നല്ല വിവേകം തരും. ആ വിവേകം നമുക്ക് സാംസ്കാരികമായ മൂല്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് അവസരം നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത്. ഇന്നലെ എൻ്റെ മൊബൈൽ ഫോണിലെ പാട്ട് പാടാൻ എനിക്കറിയില്ല, കവിത ചൊല്ലാനും വലിയ നിശ്ചയമില്ല, എങ്കിലും എൻ്റെ മൊബൈൽ ഫോണിൽ വന്ന ഒരു ചെറിയ കവിതാ ശകലം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞ് അമ്മയോട് ചോദിക്കുന്നു, പൈക്കൾക്ക് എന്താണ് ജാതി അമ്മേ? അപ്പോ അമ്മ പറയുന്നു, പൈക്കൾക്ക് പൈക്കളിൽ നിന്നുള്ളതേ ജാതി. പൂച്ചകൾക്കെത്ര മതമുണ്ട് അമ്മേ? പൂച്ചകൾക്കൊരു മതം മ്യാവൂ മ്യാവൂ. കാക്കകൾ വേലികൾ പാറിക്കടന്നാൽ പരദേശിയാകാത്തത് എന്തുകൊണ്ടമ്മേ? ജീവികൾക്കില്ല അത്തരം അന്തരം, മന്ദത്തരങ്ങൾ മനുഷ്യനു മാത്രം എന്ന് ഒരു കുഞ്ഞു കവിത എൻ്റെ ഫേസ്ബുക്കിൽ വന്നു. ഞാൻ ഓർക്കുകയാണ്, നമുക്ക് എത്ര ജാതി, നമുക്ക് എത്ര ഉപജാതി, എത്ര മതങ്ങൾ, ദേശികനും പരദേശികനും ഒക്കെയായി മാറുന്ന അവസ്ഥ. ഒരു വേലി അങ്ങ് കിടന്നാൽ വേറൊരു രാജ്യം, വേറൊരു ജാതി, വേറൊരു ദേശക്കാരൻ ആയിട്ട് മാറുന്ന അവസ്ഥാവിശേഷം. വിഭജനങ്ങളുടെ ഇടയിലാണ് നാം നിൽക്കുന്നത്, അകലങ്ങളുടെ നടുവിലാണ് നാം നിൽക്കുന്നത്. നിത്യവും അകലാൻ വഴി തേടുന്ന ഒരു വർത്തമാനകാലത്ത് നമ്മെ യോജിപ്പിച്ച മഹത്തായിട്ടുള്ള ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾക്ക് ഏറെയേറെ പ്രസക്തി വർദ്ധിക്കേണ്ട ഒരു വർദ്ധിക്കേണ്ട ഒരു കാലത്ത് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുരുദേവനെ കുറിച്ച് പഠിക്കുക, ആശാനെ കുറിച്ച് പഠിക്കുക, അവിടെ ഒതുങ്ങാതെ
ഈ ആശയങ്ങൾ പല കാലങ്ങളിൽ പല തലമുറകൾക്ക് കൈമാറ്റം ചെയ്ത വ്യക്തികളെ, എഴുത്തുകളെ ഒക്കെ കണ്ടെത്തി അതിനെ ഈ കാലഘട്ടത്തിന്റെ സ്മരണയാക്കി വളർത്തിയെടുക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മക്ഷയത്തെ പരിഹരിക്കുന്നതിന് വലിയ ഒരളവിൽ ഇടയാക്കി തീരും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ 32ാമത്തെ ചരമ വാർഷികത്തിൽ, ബാലേട്ടന്റെ ഈ 32ാമത്തെ ചരമ വാർഷികത്തിൽ ആ ഒരു സാംസ്കാരിക മൂല്യം വീണ്ടെടുക്കാനുള്ള പ്രയത്നങ്ങൾക്ക് കൂടുതൽ കരുത്തുണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരാശയം. അതെങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്മാരക സമിതിയുടെ ആൾക്കാരുണ്ട്. നമുക്കെല്ലാം കൂട്ടായി ചേർന്നുകൊണ്ട് ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചിന്തയുടെ തുടക്കം, വെളിച്ചം ഇവിടെ സംഭവിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് വാസ്തവത്തിൽ ഈ ചെറിയ വാക്കുകളിലൂടെ ഞാൻ ചെയ്യുന്നത്. എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം നമസ്കരിക്കുന്നു. എല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ കെ ബാലകൃഷ്ണന്റെ, നമ്മുടെ ബാലണ്ണൻ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ബാലേട്ടൻ എന്ന് വിളിക്കുന്നു, ഈ മഹാസ്മരണയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ സ്നേഹപൂർണമായ ആദരം അർപ്പിച്ചുകൊണ്ട്, ഒപ്പുകൈകളോടുകൂടി അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.